ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ 2026 ആരംഭത്തിൽ ഈ സെക്കൻഡ് സാറ്റർഡേയുടെ ദിവസം നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എനിക്കൊരവസരം തന്നതിനായി നന്ദി പറയുകയാണ്. ഞാനിവിടെ പറഞ്ഞതുപോലെ ലവ് ആർമി ക്രൂസൈഡിൻ്റെ ഒരു പ്രയർ സെൻറ്റർ നാഗപ്പൂരിലുണ്ട്. അവിടെ പ്രാർത്ഥനയ്ക്കായി 24 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രയർ ഹാളിലേക്ക് 13-ാം തീയതി ചൊവ്വാഴ്ച ഞാൻ കടന്നു പോവുകയാണ്. പോകുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വന്നു. ഈ സെക്കൻഡ് സാറ്റർഡേ നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിച്ച് നിങ്ങളോട് യാത്ര ചോദിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെ ഞാൻ ഈ ലവ് ആർമി ക്രൂസൈഡിൽ എത്തി? അത് വലിയൊരു സംഭവമാണ്. ഞാൻ ജീവിതത്തിൽ എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ജഗരി എന്നാണ്. എൻ്റെ മൂത്തത് മോളാണ്, പ്രിൻസി എന്നാണ്. മോൻ്റെ പേര് പ്രിൻസാണ്. മലയാളത്തിൽ പറഞ്ഞാൽ രാജകുമാരൻ രാജകുമാരി എന്നാണത്. അതുപോലെയാണ് ഇപ്പോൾ കണ്ടാലും. പക്ഷേ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ ഒരു സുപ്രാത്തിന് ഈ കൊറോണയുടെ കാലഘട്ടമൊക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ മുതൽ വളരെ പ്രതിസന്ധി, ഫാമിലിയായിട്ട് വളരെ പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ആർട്ടിസ്റ്റാണ്. മിമിക്രി, നാടകം, ബാലെ, സിനിമ, സീരിയൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് നടന്നൊരു പാർട്ടിയാണ്. എങ്കിലും കുടുംബമായ ശേഷം ഞാൻ മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റു മേഖലകളൊന്നുമില്ലാതെ കുടുംബത്തെ നല്ല രീതിയിൽ പോറ്റിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. പെട്ടെന്ന് ആത്മഹത്യയുടെ ഒരു വക്കിൽ വരുന്ന സമയത്താണ് നെടുമങ്ങാട് യുണൈറ്റഡ് ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയുടെ സ്ഥാപകനായ ശ്രീമാൻ ഗിൽബർട്ട് അച്ഛൻ, എനിക്ക് തോന്നുന്ന വിൽസം ബ്രദറുമായിട്ടും തൻ്റെ കുടുംബമായിട്ടൊക്കെ വളരെ ബന്ധമുള്ളൊരു അച്ഛനാണ്. അച്ഛൻ ലൂതർ മിഷൻ ചർച്ചിൻ്റെ ഒരു പ്രവർത്തകനാണ്. അപ്പം അച്ഛൻ ഇതേപോലെ ഒരു പ്രാവശ്യം എന്നെ കാണുകയും എൻ്റെ പ്രതിസന്ധികളൊക്കെ പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞ്, ഇവിടെ നമുക്ക് ഇങ്ങനെ ലവ് ആർമി ക്രൂസൈഡിൽ ഇങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്, അങ്ങനെ അതിൻ്റെ ഇത് വരുമ്പോൾ നിങ്ങളുടെ അവയ്ക്ക് ഒരു 10 ദിവസം അവിടെ ചെന്നിരുന്നാൽ ഒന്ന് ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പുള്ളി അതിൻ്റെ വന്ന ഒരു സുപ്രാത്തിൽ അതിൻ്റെ പ്രോഗ്രാം അത് മൊബൈലിൽ ആ ദിവസമൊക്കെ കൊടുത്തു. 65ാമത്തെ മിനിസ്ട്രി ട്രെയിനിങ്ങിലൂടെയാണ് ഞാനിവിടെ വന്നത്. ഉള്ളത് പറഞ്ഞാൽ 10 ദിവസം എങ്ങനെയെങ്കിലും ഇരുന്നിട്ട് പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ CSA കുടുംബത്തിൽ CSAയിൽ ഉഴമലക്കൽ സാരിനാട് ഉഴമലക്കൽ CSA സഭയുടെ ഫ്രണ്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പത്രോസ് ഉപദേശിയാരുടെ 5ാമത്തെ മകനാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഇന്ന് നെല്ലിക്കക്കുഴി CSA സഭയിലിരിക്കുന്ന ഡിസ്ട്രിക്ട് ചെയർമാൻ റവറൻഡ് മോഹൻദാസ് അച്ഛൻ്റെ നേരെ അനിയനാണ്. നിങ്ങൾ CSA പാരമ്പര്യ പ്രവർത്തനമാണ്. എങ്കിലും ഞാൻ ഈ പ്രൈസിൽ ഇവിടെ വന്ന് അതിനുശേഷം എനിക്ക് ഇവിടുത്തെ ആരാധനകളും കാര്യം വന്ന് ഇന്ന് ഫുൾ ടൈം ലവ് ആർമി ക്രൂസൈഡിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നിൽക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് പുത്തമ്പാലത്ത് ഡിവൈൻ ന്യൂ ലൈഫ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു സഭയുമായി ദൈവത്തിൻ്റെ ദാസനുമായിട്ടാണ് ഞാൻ ഈ ദിവസങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊരു ഇതുണ്ട്, ടീമുണ്ട്, ഗാന ശുശ്രൂഷ ടീമുണ്ട്, ഫിലിം മിനിസ്ട്രികളുണ്ട്, പരസ്യയോഗമുണ്ട്, അതുപോലെ മുറ്റത്തെ കൺവെൻഷനുകൾ. കാരണം എൻ്റെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞിരുന്നത് പാടുമ്പോൾ മാത്രമാണ് എൻ്റെ ഹൃദയത്തിലെ ഭാരം മാറുന്നത്. അങ്ങനെയാണ് ഈ പാട്ടിലൂടെ അനേക സ്ഥലങ്ങൾ. ഇന്നലെയും ഇവിടെ കോളിയൂർ ഡിവൈൻ ന്യൂ ലൈഫ് മിനിസ്ട്രിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്നലെ ഞാനിവിടെ വന്നത് രാത്രി 12 മണിക്കാണ് വന്നത്. ഇന്നലെയും ഒരു പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ ഈ ദിവസങ്ങൾ ഇവിടെ ആയിരുന്ന സമയങ്ങളിലെല്ലാം ഫുൾ ടൈം ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു. മാത്രവുമല്ല, ഈ സമയത്ത് എനിക്ക് ഒന്ന് പറയാനല്ല, ഈ സിനിമ സീരിയൽ മേഖലയിലൊക്കെ പ്രവർത്തിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ, എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ പ്രോഗ്രാമൊക്കെ പലവരും കണ്ടും ഞാൻ പല റോഡ് സൈഡിലൊക്കെ ഉള്ളത് പറഞ്ഞാൽ കോളാമ്പി മുതൽ ഡിജിറ്റൽ സെറ്റ് വരെ നിന്ന്, എനിക്കൊരു കോളാമ്പി ആയിരുന്നാലും ഞാൻ റോഡിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ പരസ്യയോഗം ചെയ്യുന്ന സമയത്ത് പലവരും എന്നെ ആർട്ടിസ്റ്റുകൾ വിളിക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ക്രിസ്തുവിന് വേണ്ടിയാണ്, യേശുക്രിസ്തുവിനെ പറ്റി സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെയും കുടുംബങ്ങളൊക്കെ മുമ്പേ യേശുക്രിസ്തുവിനെ പറ്റി പറയുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഒരു അവസരം ഈ നാളുകളിൽ നൽകി. എങ്കിലും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് ഞാൻ നാഗപ്പൂരിൽ പോയി. കാരണം അവിടെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ പിതാവിനെ പോലെ ഒരു ദൈവദാസനെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് ടീം അവിടെ ഉണ്ട്. അതിലൂടെ അവിടുത്തെ പ്രാർത്ഥന, കാരണം എല്ലാ ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഞായറാഴ്ച അവിടെ ആരാധനയുണ്ട്. അതിനുപരി മിക്ക ദിവസങ്ങളിൽ ഈ സൈക്കിളിൽ
ഞങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനും സൈക്കിൾ അവരുടെ കൂടെ പോയി ഗ്രാമങ്ങളൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ഇതുണ്ട്. അതുപോലെ രാത്രി സമയങ്ങളൊക്കെ ഭവനങ്ങൾ വിസിറ്റിംഗ് കൊണ്ട് അവരുടെ കൂടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇനിയും ഞാൻ പോകുമ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾ, കാരണം രോഗങ്ങളുണ്ട്, ക്ഷീണങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന, കാരണം എനിക്കൊരു ഇതുണ്ട് കർത്താവ്, ഞാൻ ലോകപരമായിട്ട് നോക്കുമ്പോൾ എനിക്ക് ആരുമില്ല, ലോകപരമായിട്ട് നോക്കുമ്പോൾ ആരുമില്ല, പക്ഷേ ആത്മീകപരമായിട്ട് നോക്കുമ്പോൾ എനിക്ക് കുറേ ദൈവമക്കളും ദൈവദാസന്മാരും അനികരമായിട്ടുള്ള ഒരു ഇതുണ്ട് കർത്താവേ. എനിക്കെപ്പോഴും എൻ്റെ സ്വന്തം ഭവനം പോലെ ഞാനിവിടെ, കാരണം എപ്പോഴും വന്നിരുന്നാൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന ദൈവമക്കളും നമ്മുടെ ലവർമി ക്രൂസഡിൻ്റെ എല്ലാം ചില പദ്ധതികളുണ്ട്. അത് തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ട മാനസിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. അതനുസരിച്ച് നമ്മൾ കീഴ്പ്പെട്ട് ദൈവഭാഗത്ത് നിന്ന് പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. വീണ്ടും അത്ര കാലം അവിടെ നിൽക്കാൻ കഴിയും, മടങ്ങി വന്ന് വീണ്ടും കാണാം. ഇതുപോലുള്ള വേദികളിൽ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്നും വിരമിച്ചുകൊള്ളുന്നു.